നമസ്കാരം. വളരെ വ്യത്യസ്തമായ പുതിയൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ മഹത്തരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഉന്നതമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള പരിവർത്തനങ്ങൾ അസാധാരണമായ വേഗത്തിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരുത്താൻ സാധ്യതയുള്ള വിധത്തിലുള്ള പ്രാർത്ഥന. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, അങ്ങനെയൊരു പ്രാർത്ഥനയോ, അതൊക്കെ സംഭവ്യമാണോ എന്ന്. തീർച്ചയായും സംഭവ്യമാണ്. ഇത് കൃത്യമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത്. എന്താണ് ആ പ്രാർത്ഥന എന്ന് പറയുന്നതിന് മുൻപ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ പ്രാർത്ഥന എങ്ങനെയാണ് അത്രമാത്രം അനുഗ്രഹീതവും അത്രമാത്രം മഹത്തരവും അത്രമേൽ ഫലപ്രദവുമായി തീരുന്നത് എന്ന് പറയാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നിലേക്ക് പറഞ്ഞിട്ട് വരാം. അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികളെ ചില അധ്യാപകർ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും അല്ലേ. ഒരു പക്ഷേ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ചോക്ക് എടുത്തിട്ട് വരാൻ, അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് വരാൻ, അതുപോലെ എക്സാമിൻ്റെ പേപ്പേഴ്സ് എടുത്തിട്ട് വരാൻ, അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക വിധത്തിലുള്ള ചില സവിശേഷ വിധത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കും. അപ്പോൾ അവർക്കത് വലിയ ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം ഒന്ന്, അവർക്ക് അവിടെ ഒരു സ്ഥാനം കിട്ടുന്നുണ്ട്, ടീച്ചർമാരുമായിട്ട് അടുത്തിടപഴകാനുള്ള ഒരു സ്ഥാനം. മാത്രമല്ല ചില കാര്യങ്ങളിൽ ചില മുൻഗണനകൾ ഇങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഞാനൊക്കെ ആ വിധത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചർമാർക്കും അധ്യാപകർക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ആൻസർ ഷീറ്റ്, അവർ വാലുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആൻസർ ഷീറ്റൊക്കെ സ്റ്റാഫ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനൊക്കെ പറയും. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരുമ്പോഴുള്ള ചിലപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവരുടെ മാർക്സ് അപ്പം തന്നെ നോക്കി പറഞ്ഞു കൊടുക്കണേന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ പേപ്പർ മാഷിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് മാഷ് ഈ പേപ്പറുകളെല്ലാം നമുക്ക് തിരികെ തരും. പക്ഷെ എങ്കിൽ പോലും കുറച്ച് നേരത്തെ അവരവരുടെ മാർക്സ് അറിയാനുള്ള, അവരവരുടെ സ്കോർ അറിയാനുള്ള ഒരു ആകാംക്ഷ അന്നത്തെ പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇതെടുത്താൽ പെട്ടെന്ന് തന്നെ ആദ്യം നമ്മുടെ പേപ്പർ എടുത്ത് നോക്കും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞ ഒന്ന് രണ്ട് പേരിലെ പേപ്പറുകളൊക്കെ എടുത്ത് മാറ്റും അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം. എന്നിട്ട് ഇത് ആദ്യം അറിയാനുള്ള ഒരു 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 അവകാശം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നേരത്തെ പോകണമെങ്കിൽ സ്റ്റാഫ് റൂമിലൊക്കെ നേരിട്ട് പോയിട്ട് അധ്യാപകരോട് പറയാനുള്ള ഒരു അധികാരമോ അവകാശമോ അങ്ങനെ ഒരു മുൻഗണനയോ ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ അധ്യാപകരില്ലാത്ത പീരീഡൊക്കെ വരുന്ന സമയത്ത് അവരുടെ നോട്ട് ബുക്കുകളൊക്കെ തരും അധ്യാപകർ. അവരുടെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് തരും. ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരവിടെ എഴുതി വെക്കുക. അവർക്ക് നോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ എഴുതി വെക്കും. അതുപോലെ തന്നെ നമുക്ക് ആ നോട്ട് ബുക്ക് കിട്ടിയാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി വെക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ആനുകൂല്യങ്ങൾ, മുൻഗണനകൾ കിട്ടുമായിരുന്നു. ഇത് ഇപ്പോൾ പറയുന്നതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഇവിടെ അധ്യാപകരെ നമ്മളെയൊക്കെ അന്ന് തിരഞ്ഞെടുത്തത് പോലെ തന്നെ പ്രപഞ്ചവും ചില വ്യക്തികളെ തിരഞ്ഞെടുക്കാറുണ്ട്. എന്തിനാണ് എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധികളായിട്ട് പ്രവർത്തിക്കാൻ. പ്രപഞ്ചത്തിന് പ്രതിനിധികളോ, അതെന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ടാവും അല്ലേ. പ്രപഞ്ചത്തിന് തീർച്ചയായിട്ടും പ്രതിനിധികളുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ദൈവദൂതന്മാരെ പോലെ ചിലരെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ ചില അറിവുകൾ തന്നുകൊണ്ടായിരിക്കും, ചില സമയങ്ങളിൽ ചില സഹായങ്ങളുമായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളവിടെ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് നേരിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കാറില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ അയക്കാറുണ്ട് എന്ന്. ശരിയല്ലേ. ഇതേ വിധത്തിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധികളായി തീരുന്നത് എങ്ങനെയാണ്, ആ അവസരം നമുക്ക് കൈമുതലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം അതിൻ്റെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളിലൂടെ നടപ്പാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയെ സഹായിക്കാനായിരിക്കും. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ എന്താ സംഭവിക്കുക, ആ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആ ഒരു സമ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിയിലേക്ക് ഏതെങ്കിലും മാർഗത്തിൽ എത്തിക്കുകയും ആ വ്യക്തി അത് ആ, അർഹതപ്പെട്ട മറ്റേയാൾക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അർഹതപ്പെട്ട ആ വ്യക്തിയിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തുകൂടാ എന്നുള്ളത്. അതിന് പ്രാപഞ്ചികമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളിലേക്ക് പോകണമെങ്കിൽ, പോകാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അങ്ങനെ പറഞ്ഞു തീരണമെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാവില്ല, അല്ലെങ്കിൽ സമയദൈർഘ്യം വല്ലാതെ എടുക്കും അല്ലേ.
കാര്യം എത്രയേ ഉള്ളൂ. അധ്യാപകർ എന്തുകൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ചില പ്രത്യേക കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തത്? അത് തന്നെയാണ് കാരണം. അല്ലെങ്കിൽ ചില പ്രത്യേക കുട്ടികളെ മാറ്റി നിർത്തിയിരിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് കാരണം. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏകദേശം കിട്ടും. അങ്ങനെ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ അധ്യാപകരിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയാണ് കുറച്ച് ധനം നമ്മളിലേക്ക് എത്തുന്നത് എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗം നമുക്കും അവകാശപ്പെട്ടതാണ്. മാത്രമല്ല, ആ പണം കുറച്ചു കാലത്തെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള അവസരവും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അതിലെല്ലാം കൃത്യമായിട്ടുള്ള സത്യസന്ധതയും പ്രാപഞ്ചികമായിട്ടുള്ള നീതിയും നിയമവും എല്ലാം അനുസരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ അതിനും തിരിച്ചടി ഉണ്ടാകും. അത് മറ്റൊരു കാര്യം. എന്ത് തന്നെയായാലും, ഇനി അതുപോലെ തന്നെ കുറേ പേർക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് പ്രപഞ്ചം പകർന്നു കൊടുക്കുകയും ആ വ്യക്തി പ്രപഞ്ചത്തിൻ്റെ പ്രതിനിധിയായിട്ട് മറ്റുള്ളവരിലേക്ക് ആ അറിവുകൾ എത്തിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ നിങ്ങളോട് പല വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്, ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. വളരെ കൃത്യമായിട്ട് എനിക്കറിയാം, ഞാനിത് വായിച്ചു പഠിച്ചതോ അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിച്ചതോ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ പകർന്നു തരുന്ന അറിവുകൾ, അല്ലെങ്കിൽ ചില വ്യക്തികൾ ചോദിക്കുന്ന സംശയങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് ഞാൻ ആലോചിക്കാറുണ്ട്, ഈശ്വര, ഇതെവിടുന്നാണ് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നതെന്ന്. അതിന് യാതൊരു സംശയവുമില്ല, അത് പ്രപഞ്ചം പകർന്നു തരുന്നതാണ് പല വിധത്തിൽ. അപ്പോൾ ആ അറിവ് ഒരു മാധ്യമത്തിലെന്നോണം എന്നിലൂടെ എൻ്റെ ചുറ്റുപാടുകളിലുള്ളവരിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നവരിലേക്ക് ഞാൻ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കേവലം ഒരു മാധ്യമമായിട്ട്, അല്ലെങ്കിൽ ഒരു ദൂതൻ്റെ ഒരു പ്രതിനിധിയുടെ റോള് മാത്രമാണ് അവിടെ എനിക്കുള്ളത്. പക്ഷേ അതിലൂടെ എനിക്കെന്താ കിട്ടുന്നത്? അതിലൂടെ എനിക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ആരിലേക്കൊക്കെയോ എത്തിക്കേണ്ട അറിവുകൾ എനിക്കും സ്വായത്തമാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ചില ചില ആളുകളുടെ കാര്യത്തിൽ അറിവുകളായിരിക്കും, ചില ആളുകളുടെ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചില ആളുകൾക്ക് ലഭിക്കുന്നത് ശാരീരികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ചില കഴിവുകളായിട്ടായിരിക്കും. അതായത് പാടാനുള്ള കഴിവ്, സംഗീതം ഒരു കഴിവ്. ആ കഴിവ് കുറേ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, കുറേ ആളുകളിലേക്ക് സമാധാനം പകർന്നു കൊടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ കുറേ കുട്ടികളെ, കുറേ വ്യക്തികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു ദൂതനെ തിരഞ്ഞെടുത്തതാണ് നല്ലൊരു സംഗീതജ്ഞനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ സർഗാത്മകമായിട്ടുള്ള മറ്റ് കലാവാസനകൾ പ്രകടിപ്പിക്കുന്ന, കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ, ഇവരിലൂടെ എല്ലാം ദൈവത്തിൻ്റെ കരസ്പർശം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം, ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് അല്ലെങ്കിൽ പ്രതിനിധികളായിട്ട് കുറേ പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് ഉചിതമായിട്ടുള്ള കഴിവുകളെ, ഉചിതമായിട്ടുള്ള അറിവുകളെ, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള മറ്റ് സംഗതികളെ കൊടുക്കുകയും അവർ അതാത് വ്യക്തികളിലേക്ക്, സമൂഹങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. പ്രപഞ്ചത്തിന് ഇന്ന 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 വ്യക്തികളിലൂടെ തന്നെ ഇത് പകർന്നു കൊടുക്കണം, ഇത് കൈമാറണം എന്ന നിർബന്ധമൊന്നുമില്ല. ഒരു ഉദാഹരണത്തിന്, നേരത്തെ അധ്യാപകരുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഒരു അധ്യാപകൻ സ്ഥിരമായിട്ട് ഒരു കുട്ടിയെ അയക്കുന്നുണ്ട് ഒരു ചോക്ക് എടുത്തിട്ട് വരാൻ, അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തിട്ട് വരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മറ്റൊരു കാര്യത്തിന് നിർവഹണത്തിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. എന്നാൽ ഈ കുട്ടി വരാത്ത ഒരു ദിവസമാണെങ്കിലോ മറ്റേതെങ്കിലും ഒരു കുട്ടിയെ ആ ദൗത്യം ഏൽപ്പിക്കും, അല്ലേ? അദ്ദേഹം ഏൽപ്പിക്കാതിരിക്കില്ല, അത് അദ്ദേഹം ഏൽപ്പിക്കും. അല്ലെങ്കിൽ ഈ ആദ്യം ഏറ്റിരിക്കുന്ന കുട്ടി എന്തെങ്കിലും ഒരു അസൗകര്യം പറയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന് അവിടെ ഒരു പരിഭവമില്ല. പിന്നെയോ അദ്ദേഹം മറ്റൊരാളെ ഏൽപ്പിക്കും. ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് യോഗ്യതയില്ല എന്ന് പ്രപഞ്ചം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരാളിലേക്ക് ആ ദൗത്യത്തെ അയക്കും. എന്നിലൂടെ തന്നെ നടത്തണം, അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ തന്നെ നടത്തണമെന്ന് ഒരു നിർബന്ധവും പ്രപഞ്ചത്തിനില്ല. ആരിലൂടെയെങ്കിലും നടത്തിയാൽ മതി. അതിന് ധാരാളം ആളുകൾ, ഉചിതമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ്, വളരെ വലിയൊരു സാധ്യതയാണ്, നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ പ്രപഞ്ചത്തിനൊരു അപേക്ഷ കൊടുത്താൽ മാത്രം മതി.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ അധ്യാപകരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അധ്യാപകൻ സ്ഥിരമായിട്ടൊരു വിദ്യാർത്ഥിയെ അയക്കുകയാണ്. എന്നാൽ എനിക്ക് താല്പര്യമുണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാം, എപ്പോഴെങ്കിലും അവൻ വരാത്ത ദിവസം എന്നെ ഏൽപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവന് പറ്റാത്ത ദിവസങ്ങളിൽ എന്നെ ഏൽപ്പിക്കണം കേട്ടോ. എന്ന് അധ്യാപകനോട് പറഞ്ഞാലോ, അദ്ദേഹം തീർച്ചയായിട്ടും എനിക്കൊരു പരിഗണന തരും. ഒരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴാണോ അദ്ദേഹം തേടുന്നത്, ആദ്യം എത്തുന്നത് എന്നിലേക്കായിരിക്കും. ഞാൻ ആ താല്പര്യം അറിയിച്ചു വെച്ചതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് മറ്റൊരാളെ ആയിരിക്കും. ഇതേ കാര്യം ഞാൻ ഈ അധ്യാപകനോട് കൊടുത്ത അതേ റിക്വസ്റ്റ് നമുക്ക് പ്രപഞ്ചത്തോടും കൊടുക്കാം. എല്ലാ ദിവസവും കൃത്യമായിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥനകളോടൊപ്പം, അല്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ശേഷം ഒരു പ്രാർത്ഥന കൂടി കൊടുക്കാം. അതുപോലെ തന്നെ രാവിലെ ഉണർന്നു വരുന്ന സമയത്ത് എല്ലാത്തിനുമൊപ്പം ഒരു പ്രാർത്ഥന കൂടി കൊടുക്കാം. എന്തായിരിക്കണം ആ പ്രാർത്ഥന? പ്രിയപ്പെട്ട പ്രപഞ്ചമേ, ആരിലേക്കെങ്കിലും മഹത്തായ അനുഭവങ്ങളും അറിവുകളും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ അവർ അത് സ്വീകരിക്കാൻ യോഗ്യരല്ലാതിരിക്കുകയോ വിസമ്മതിക്കുകയോ ചെയ്യുന്ന പക്ഷം, മഹത്തരമായ ആ അനുഭവങ്ങളും അറിവുകളും എന്നിലേക്ക് പകർന്നു തരണേ, അല്ലെങ്കിൽ എന്നിലേക്ക് അയക്കണമേ. ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടേതായ വിധത്തിൽ, ഇതേ വാക്കുകൾ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടേതായ വിധത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ ആ വിധത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ വിധത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിക്കൊണ്ട് പ്രപഞ്ചത്തിന് സമർപ്പിക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അനുഭവിച്ചറിയാൻ സാധിക്കും അസാധാരണമായ വ്യത്യാസങ്ങൾ. അത് അറിവുകളുടെ കാര്യത്തിൽ, മഹത്തരമായ അനുഭവങ്ങളുടെ കാര്യത്തിൽ, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുടെ കാര്യത്തിൽ, ഭൗതികമായിട്ടുള്ള മറ്റ് അവസരങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തികച്ചും മഹത്തരവും അത്ഭുതകരവുമായിട്ടുള്ള സംഗതികൾ നിങ്ങളെ തേടിയെത്തും. ഇത് ഉറപ്പാണ്. ഇത് പ്രാപഞ്ചികമായിട്ടുള്ളൊരു സത്യം കൂടിയാണ്, പ്രാപഞ്ചികമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഇന്നു മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. അതുപോലെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇനി മറ്റൊരു കാര്യം, ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. കൂടുതൽ ഇതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളെക്കുറിച്ചും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വളരെ വ്യത്യസ്തവും മഹത്തരവുമായ അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.